بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മബീഉ അങ്ങനെ കുറെ അസുലൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളെ ഈ ബാബ് ഇപ്പം ഇസ്മു ഫായിലും ഇസ്മു മഫൂലും ഒരേപോലെ വന്ന കോലവും പറഞ്ഞു. മുഖ്താർ മുഖ്തയർ. ഇനി നമ്മൾ രണ്ടാമത്തെ വിഭാഗമായ മുഅ്തല്ലുൽ ലൈന് കഴിഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് പദങ്ങൾ എടുത്ത് സർഫാക്കാനുണ്ട്. അതൊക്കെ മട്ടം പോലെ ചെയ്യുക. അന്നൗഉ സാലിസു, മൂന്നാമത്തെ വിഭാഗം അൽ മുഅ്തല്ലുൽ ലാം. മുഅ്തല്ലുൽ ലാമുഹു നാം അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ലാമുൽ ഫൈല് മുഅ്തല്ലായത്. യുഖാലു ലഹു, അതിന് പേര് പറയും അന്നാഖിസു. നാഖിസ് എന്ന് പേര് പറയും. കാരണം ഹറക്കത്തുകളിൽ നിന്നും ബഅദ് ഈ നാഖിസായ ഫീലിൽ വെളിവാവുകയില്ല എന്നതാണ്. ചില ഹറക്കത്തൊക്കെ വെളിവാകും. ലയർമി അന്ന എന്നൊക്കെ പറയുമ്പോൾ അതില് എന്താവൂല്ല. മുളാരിയായ ഫീലിൽ വരുന്ന മർഫൂ റഫഅ അവിടെ കാണില്ല. അതേപ്രകാരം തന്നെ അതിന്റെ ജസ്മ് ആഖിറിനെ കളയൽ കൊണ്ടാകും. ഇങ്ങനെ കുറെ നിയമങ്ങളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ബഅദുൽ ഹറക്കാത്ത് ഇതിൽ ലാഹിറായി വരികയുള്ളൂ. അതുകൊണ്ട് അതിന് നുഖ്സാൻ, ന്യൂനത വന്നത്. ന്യൂനമല്ല, ന്യൂനതയുള്ളതാണ്. നാഖിസ് എന്നതിന് പേര് പറയും. ഇനി ദുൽ അർബഅ എന്നും പേര് പറയും. നാലക്ഷരമുള്ളത് എന്ന്. നാലക്ഷരമുള്ളത് അഫ്അലൈൻ നാലക്ഷരമല്ലേ? അങ്ങനല്ല. ഇവിടെ നമ്മൾ റമയ, റമൗ, റമത്ത്, റമത്ത, റമൈന, റമൈത്ത, റമൈത്ത എന്ന് വരുമ്പം നാലക്ഷരമുണ്ട്. يقال له ذو الأربعة أيضا لكون ماضيه على أربعة حروف إذا أخبرت عن نفسك. നിന്റെ നഫ്സിനെ തൊട്ട് നീ ഖബർ പറയുമ്പം നാലക്ഷരം വരുന്നതാണ്. അതിപ്പം ഫഅൽതൂലും അങ്ങനെയല്ല. അത് ഫഅൽതൂലും അങ്ങനല്ലേ എന്നല്ല ചോദിക്കാം. അതായത് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഫീല് പറഞ്ഞു. അവിടെ നമ്മളെ നഫ്സിനെ തൊട്ട് വർത്തമാനം പറയുമ്പോൾ മൂന്നക്ഷരേ കിട്ടുന്നുള്ളൂ. ഖുൽതു, മനസ്സിലായില്ലേ? ബിഅ്തു, സുന്തു, അങ്ങനെ 4 അക്ഷരമില്ല, 3 അക്ഷരമേ ഉള്ളൂ. അതിലേക്ക് ചോർത്തി നോക്കിയിട്ട് ഇതിലെന്ത് 4 അക്ഷരമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. മുഅ്തല്ലായ ഫീലിൽ നിന്നും വരുമ്പോൾ അങ്ങനെയാണ് കണ്ടത് എന്നതിന്റെ അർത്ഥം. എന്നാ പിന്നെ ആയിഷ്കാലമിനൽ അവിടെ വന്നുടനൊക്കെ ചോദിച്ചോളൂ. യസർതു, യസുറ ഇല്ലേ? അതായിക്കോട്ടെ, അവിടെ വരുന്നതിന് തകരാറില്ല. അതുകൊണ്ട് മനസ്സിലായില്ല. നിസ്കരിക്കണമെങ്കിൽ ഒന്നു വേണമെന്നല്ലാതെ ഒന്നു ഉള്ളപ്പോഴേക്ക് നിസ്കരിക്കണം ആരാ പറഞ്ഞു? ഒരില്ലത്ത് ഒരിടത്ത് വന്നുകൊണ്ട് ആ ഇല്ലത്തുള്ളിടത്തെല്ലാം മറ്റത് വേണമെന്നൊന്നുമില്ല. അതിനങ്ങനെ പേര് പറയണമെന്നുമില്ല എന്നാണ് അതിന്റെ ലാഹിർ. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ ആഖിർ മുഅ്തല്ലാകുന്നതിനോട് പുറമെ
അങ്ങനെ നോക്കണം. ആഖിർ മുഅ്തല്ലാകലോട് പുറമെ എന്ത് വന്നു? അത് 4 അക്ഷരത്തിന്റെ മേലായി വന്നു. ഫൽ മുജറദു, ഇതിൽ നിന്നുമുള്ള മുജറദാവുന്നത്, സായിദയെ തൊട്ട് തനിപ്പിക്കപ്പെട്ടത്. എന്താ ഇല്ല, തഗ്യീറിന്റെ മഹല്ല് ആഖിറായിരിക്കവേ ഈ 4 അക്ഷരം വരണം. അങ്ങനെയാണ് ദുൽ അർബഅ എന്ന് പേര് വന്നത്. അതുകൊണ്ട് നമ്മൾ 3 അക്ഷരം ഉള്ളതൊക്കെ അല്ല, തഗ്യീർ അവലിലുള്ളതിനെയൊക്കെ നമ്മൾ പുറത്താക്കും. വായതയിലുണ്ടല്ലേ, വായത്തു, അവിടെ 4 അക്ഷരം ഉണ്ട്. പക്ഷെ അതിന് ദുൽ അർബഅ എന്ന് പേരുള്ള, കാരണം ദുൽ അർബഅ എന്ന് പേര് കൊടുക്കൽ എവിടെയാണ് ഫിറ്റായത്, ഫിറ്റാക്കിയത് എവിടെയാണ്? ആഖിർ തഗ്യീർ ആക്കുന്നത്. ഇവിടെ ആഖിർ തഗ്യീർ അല്ല എന്ന് വെച്ചു കൊടുത്താൽ മതി. പോട്ടെ, അങ്ങനെ പറയും. ഇസ്കാരം ചോദിച്ചാൽ മതി, അതൊക്കെ പറയുന്നത്. ഫൽ മുജറദു തുഖ്ലബുൽ വാവു വൽ യാഉ അലിഫൻ. സുലാസി മുജറദിൽ നിന്നുള്ള ഈ ഐനുൽ ലാമുൽ ഫിഅ്ലി മുഅ്തല്ലായ ഫിഅ്ലിന്റെ 3 അക്ഷരമുള്ളത് സുലാസി മുജറദാകുന്നത് തുഖ്ലബുൽ വാവു വൽ യാഉ. അത് വാവും യാവുമാണ് എങ്കിൽ അതിന് മറിക്കപ്പെടും. തുഖ്ലബുൽ വാവു വൽ യാഉ അലിഫൻ, അലിഫായിട്ട് മറിക്കപ്പെടും. എപ്പോഴും ഇല്ല. ഇതാ തഹറക്കത്ത, അത് രണ്ടും ഹർക്കത്തുള്ളതായി. വം ഫതഹ മാ ഖബലഹാ, അവ രണ്ടിന്റെയും മുമ്പുള്ളത് ഫതഹമാവുകയാണ് എങ്കിൽ, അപ്പൊ ഹർക്കത്തുടേതാവണം, മുമ്പുള്ളത് ഫതഹാകണം. ഹർക്കത്തില്ലെങ്കിലോ മറിക്കില്ല, മുമ്പുള്ളത് ഫതഹാണെങ്കിലോ മറിക്കില്ല എന്ന വാക്കിന് കിട്ടുമല്ലോ. കവസ വറമ വഅസ വറഹ, വസ പോലെ വസ അസ്ലുഹു വസവ, റമ അസ്ലുഹു റമവ, മാദിയ ഫിഇല എന്ന നിലയിൽ. വഅസൻ വറഹൻ, അത് രണ്ടും ഇസ്മിലായ നിലയിലാണ്. അസബുൻ, മനസ്സിലായില്ലേ? അസബുൻ വറഹയുൻ എന്നാണ്. അത് രണ്ട് ഇസ്മാണ്. ഇസ്മാമ കുലിബത്ത അലിഫൻ വദിബത്തുൽ അൽഫുൽ ഇൽതിഖാ സാകിനൈനി മിനൽ അൽഫി വത്തൻവീൻ. മുൻഖലിബത്തു അനിൽ യായി, യാഹിനെ തൊട്ട് മറിഞ്ഞു വന്നതിനെ തുക്തബ് എഴുതപ്പെടും. ബി സൂറത്തുൽ യായി ഫീഹിമ, ഇവ രണ്ടിലും. ഫർഖൻ ബൈനഹാ വ ബൈനൽ മുൻഖലിബത്തി മിനൽ വാവി, വാവിനെ തൊട്ട് മറിഞ്ഞു വന്നതും യാഹിനെ തൊട്ട് മറിഞ്ഞതും തമ്മിൽ തിരിച്ചറിയായ്മയാകാൻ വേണ്ടിയിട്ട് അപ്പൊ വസൗത്തുൽ മറിക്കില്ല. വസയാ വസൗ, വസഅസലുഹു വസവാ, വസവാ. പിന്നെ വസവാന്ന് പറയാം. വസാന്നല്ല, രണ്ടുപേരെ പറയില്ല. വസവാന്ന് പറയും. വസവാന്ന് പറയുന്ന അവിടെ അസലില്ല. ഫഅലാന്ന്, വസവാ, ഫഅല, വസൗ, വസയാ വസൗ, വസബു. അവിടെ മറിക്കലില്ല. കാരണം എന്താ? സാക്കിനാകുന്നത്, ഹർക്കത്താകുന്നതിന് പുറമെ മാഖബൽ മഫ്തൂഹ ആകണം. അല്ല, ഹർക്കത്താവുകയും വേണം, മാഖബൽ മഫ്തൂഹ അതല്ല. പിന്നെ വസത്ത്, അവിടെ നമുക്ക് മറിക്കാം. വസത്ത്, വസബത്ത്, അതാ വസബത്ത്. വാവ് മുത്തഅല്ലിഖ്, വാവിന്റെ മാഖബല് മഫ്തൂഹ ആയതിനാൽ വാവിനെ മറിച്ച് അലിഫാക്കി. അപ്പൊ വസാത്ത് എന്നായി. താവും അലിഫും തമ്മിൽ ഇൽതിഖാ സാക്കിനായതിനാൽ അലിഫിനെ കളഞ്ഞു. വസത്ത് എന്നായി. വസത്ത്, വസത്ത അസ്ലുഹു വസവത്ത. അവിടെ വസവത്ത എന്ന് പറയുമ്പോ ആ വസവത്ത വാവിനെ മറിച്ച് അലിഫാക്കും. അലിഫാക്കുമ്പോ വസാത്താന്ന് വരും. മനസ്സിലായില്ലേ? വസാത്താന്ന് വരും. പിന്നെ അവിടെ ഇപ്പൊ ഇൽതിഖാ സാക്കിനില്ല, മുഫ്രദിനോട് തുടർത്തി തസ്നിയുടെ അലിഫിനെ കളഞ്ഞു എന്ന് പറയും. അപ്പൊ വസത്താന്ന് പറയും. ഇനി ഒരാള് വസത്ത് വസാത്ത, വസത്ത് വസാത്ത എന്ന് പറഞ്ഞാല് അത് ഒരു കേൾക്കുന്നതിന് ചൊറുക്കുണ്ടേ.
അതുകൊണ്ട് അവിടെ മുഫറദിനോട് തുടർത്തിയിട്ട് എന്ത് ചെയ്തു? അലിഫിനെ കളഞ്ഞു. കാരണം ഈ വസത്ത് എന്ന താഴ് മുഫറദിൽ സുക്കൂനാണ്. ഇപ്പം ഒരു ആരിദായി വന്നതാണ് ഈ താഇന്റെ ഫത്തഹ്. വസത്താ എന്നുള്ള തസ്നിയ ആയതുകൊണ്ട് അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? ആ ആരിദായ ഫത്തഹ് വന്നതുകൊണ്ട് ആരിദായ ഫത്തഹിനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് അവല് മുത്തഹരിക്ക് അവല് സാക്കിനാണ്. ആ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? അലിഫിനെ കളഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പൊ വസത്ത്, വസത്താ, വസൗന. വസൗനയിലൊന്നും ചെയ്യണ്ട. പിന്നെന്താ? വസൗത്ത, വസൗത്തുമ, വസൗത്തും, വസൗത്തി, വസൗത്തുമ, വസൗത്തുന്ന. അപ്പൊ അവിടെ ഒന്നും എന്ത് ചെയ്യണ്ട, മറിക്കലില്ല എന്നാണ് പറഞ്ഞതിന്റെ ലാഹിർ. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.